ഞാൻ ചില വാർത്തകൾ കേട്ടിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമ എന്തോ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ പിൻവലിച്ചു, അല്ലെങ്കിൽ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ചേർന്ന് പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തയുണ്ട്. എന്താ ടർക്കിഷ് തർക്കം, ആ സിനിമയുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. അതിനെതിരെ എന്തെങ്കിലും മതനിന്ദ ആരെങ്കിലും ആക്ഷേപിച്ചൊന്നും കേട്ടിട്ടില്ല. എന്തുവാണിത്? ആ സിനിമ വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് എന്താന്ന് വെച്ചാൽ നവാസ് സുലൈമാൻ എന്ന് പറഞ്ഞൊരാൾ സംവിധാനം ചെയ്തിരിക്കുന്ന പടം. അതിൻ്റെ അകത്ത് സണ്ണി വെയിൻ, ലുക്മാൻ, ഹരിശ്രീ അശോകൻ ഒക്കെ ഉണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ അകത്ത് മതനിന്ദ വരാൻ മാത്രമുള്ളത് എന്ന് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് മുസ്ലിം സമുദായത്തിലെ ശവമടക്കം സംബന്ധിച്ചൊരു തർക്കം. ഇതൊരു ത്രില്ലറാണ് സിനിമ, അല്ലാതെ ഈ സാമൂഹ്യ പരിഷ്കരണ സിനിമയൊന്നുമല്ല. ത്രില്ലറാണെന്ന് അവർ പറയണു. നമുക്ക് ത്രില്ല് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. മുസ്ലിം സമുദായത്തിൽ ഒരു ശവമടക്കം ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ ഇതിൻ്റെ പ്ലോട്ട് നോക്കിയപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരു തർക്കം അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ സംഘർഷമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസ സംഘർഷത്തിൻ്റെ എന്തോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ നവംബർ 22 റിലീസ് ചെയ്തതാണ് പടം. ഇത് നമ്മൾ ഈ സിനിമയെപ്പറ്റി ശ്രദ്ധിക്കുന്നത് ഇത് ഞങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കുന്നു എന്തുകൊണ്ട് മതസ്പർദ്ധ വളർത്തുന്നു എന്ന ആക്ഷേപം ഉള്ളത് കൊണ്ട് എന്ന് അവർ പറയുമ്പോഴാണ് നമ്മൾ ഈ സിനിമയെ പറ്റി അറിയുന്നത്. ആ സിനിമയെക്കുറിച്ച് ആര് ആക്ഷേപം ഉന്നയിച്ചു, എന്താണ് ആക്ഷേപം, ഇതൊന്നും പൊതുസമൂഹം അറിഞ്ഞിട്ടില്ല. ഈ സിനിമയുടെ പേര് പോലും കേട്ടിട്ടില്ല, ഇതാരും കണ്ടിട്ടില്ല. പിന്നെ ഈ ടർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ടർക്കിഷ് ടവല് ഇല്ലേ, അത് ടർക്കി കോഴി ഉണ്ടായിരുന്നു, അങ്ങനെ വല്ലതും ആണോ ഇതൊന്നും നമുക്കറിയില്ല. ബിഗ് പിക്ചേഴ്സ് ആണ് ഇതിൻ്റെ നിർമ്മാണം. ഇന്ന് ഈ പല പ്രേക്ഷകരും അറിയുന്നത് നമ്മളിപ്പോൾ പറയുമ്പോഴേക്കും ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ അറിയുന്നത്. ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പല നമ്പരും പലരും ഇറക്കും, ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഇവരുടെ ഒരു പതിവാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ. പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആളുകൾ നിരസിച്ചൊരു സിനിമയാണ്. സിനിമ തിയേറ്ററിൽ വന്നിട്ടില്ല, തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിനിമ മതസ്പർദ്ധ വളർത്തുന്നു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പിൻവലിക്കുക എന്നൊക്കെ പറയുന്നത് അസ്വാഭാവികമാണ്. കാരണം തിയേറ്ററുകാർ എടുത്തുകൊണ്ട് പോടാ ഈ ചവർന്ന് പറഞ്ഞു. കാരണം അവർക്ക് അല്ലെങ്കിൽ പൈസ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഉള്ള ലക്ഷ്യം എനിക്ക് തോന്നുന്നത്, ഈ പടം ഇറക്കിയപ്പോൾ തലകുത്തി നിന്ന് ആലോചിച്ച് കാണും, പടം വീണപ്പോൾ എന്താ വഴി, ഇനി ഒരു വിവാദം ഉണ്ടാക്കാം, നമ്മൾ തന്നെ ഒരു വിവാദം ഉണ്ടാക്കുന്നു, എന്നിട്ടൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞു. മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിച്ചു എന്നാണല്ലോ പറയാൻ ശ്രമിക്കുന്നത്. നിർമ്മാതാവും സംവിധായകൻ തന്നെ മുസ്ലിമാണ്. അപ്പോൾ തന്നെ അപ്പോൾ ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കളൊക്കെ വന്ന് ഇതിന് പ്രൊമോഷൻ കൊടുക്കും, ഇത് കാണാൻ പോകും എന്നൊക്കെ കരുതിയിട്ടുണ്ട്. പക്ഷേ പടം ഇപ്പോൾ തിയേറ്ററിലില്ല. എനിക്ക് OTT വരുമ്പോൾ എടുപ്പിക്കാനുള്ള ഒരു സൂത്രമാണ്. OTTയിലേക്ക് ഇതാരും മേടിച്ചിട്ടില്ല. വിവാദ സിനിമയാണ്, ശ്രദ്ധിക്കപ്പെടും. ടർക്കിഷ് ഇപ്പോൾ എല്ലാവരും നോക്കൂ, ഒരർത്ഥത്തിൽ നമ്മളും ഈ കെണിയിൽ വീണു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ ഇത് കാണും. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം നമുക്ക് ആദ്യമേ പറയാം, ഈ സിനിമ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇത് കാണാൻ പോകണം എന്ന് പറയാനല്ല നമ്മൾ ഈ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട്, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. ഇതിന് പബ്ലിസിറ്റി ഇല്ല, എല്ലാം പബ്ലിസിറ്റി തന്നെയാണ്. കുറച്ച് നിർഭാഗ്യവാന്മാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരുടെ അഭിപ്രായമൊക്കെ ചില സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നവാസ് സുലൈമാനാണ് തിരക്കഥയും എഴുതിയിരിക്കുന്നത്, ഈ സംവിധാനം ചെയ്ത ആൾ തന്നെ. ഈ നവാസ് സുലൈമാൻ സിനി ഫൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമയെ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് സിനിമ റിലീസിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് ആകെ 172 ലൈക്കും 29 കമൻറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജനം തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല പോസ്റ്റ്. ആ പോസ്റ്റിൽ സിനിമയെ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടോ ആ കമൻറ്റുകളുണ്ടല്ലോ, കമൻറ്റുകളുടെ കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കമൻറ്റുമില്ല. അല്ലെങ്കിൽ ആളുകൾ ഉടനെ ചീത്ത പറയുമല്ലോ, തല്ലിപ്പൊളിയാണെങ്കിൽ. അങ്ങനെ ചീത്ത പറയുന്നവരുടെ തന്നെ കമൻറ്റ് കുറേ വരുമല്ലോ. തല്ലിപ്പൊളിയാണെങ്കിലല്ല, മതവികാരം വ്രണപ്പെടുത്തിയെങ്കിൽ ഒരുപാട് ആളുകൾ പുറകെ വരും, സുഡാപ്പികളും എല്ലാം വരും. ഇത് അങ്ങനെ ഒരു കമൻറ്റും ആ കൂട്ടത്തിൽ അങ്ങനെ വന്നിട്ടില്ല. സുലൈമാൻ്റെ ഫേസ്ബുക്ക് ID-യിൽ ഒരു ഭീഷണിയുമില്ല. ഫേസ്ബുക്കിലും വന്ന ആളുകൾ ചീത്ത പറയില്ലോ, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമല്ലോ. ഇല്ല, ഫേസ്ബുക്കിൽ
ഇല്ല, നമ്മൾ കാണുന്നില്ല. അത് സെർച്ച് ചെയ്ത് നോക്കുക. ഇത് ഈ സിനിമയെ പറ്റി മൊത്തം സെർച്ച് ചെയ്താൽ ഒരാളൊരു റിവ്യൂ ഇട്ടിരിക്കുന്നത് കാണാം. ഓ കണ്ടോ? തിയേറ്ററിൽ റിലീസ് ദിവസം സിനിമ കാണാൻ പോയി. 10 പേരുണ്ടെങ്കിൽ മാത്രമേ ഷോ തുടങ്ങാൻ കഴിയൂ എന്ന് തിയേറ്ററുകാർ അറിയിച്ചു. അവിടെ വെയിറ്റ് ചെയ്തു. 10 പേരായതിനു ശേഷം ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു. വ്യത്യസ്തമായ പ്രമേയം. ഇതായിരുന്നു റിവ്യൂവിൻ്റെ ചുരുക്കം. തർക്കം തിയേറ്ററിൽ നിന്നപ്പോൾ പിൻവലിക്കാനായിട്ട് കാരണം എന്താണ്? സിനിമ കാണാൻ ആള് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നിയമം എങ്ങനെയാന്ന് വെച്ചാൽ 4 ഷോ ഉണ്ടാവുമല്ലോ തിയേറ്ററിൽ. ആ 4 ഷോയും കൂടി ചേർത്തിട്ട് ഒരു ഹൗസ്ഫുൾ ഷോയിൻ്റെ ആള് കിട്ടിയാൽ അതിൻ്റെ ടിക്കറ്റ് വിറ്റ് പോയിട്ടില്ലെങ്കിൽ സിനിമ പിൻവലിക്കാം എന്ന് നിയമമുണ്ട്. 4 ഷോയും കൂടി ചേർത്തിട്ട് ഒരു ഹൗസ്ഫുൾ ഷോയുടെ ആളുണ്ടെങ്കിൽ ആളില്ലെങ്കിൽ സിനിമ പിൻവലിക്കാം. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ സിനിമ പിൻവലിക്കുന്നു ആര്? തിയേറ്ററുകാർ. ഇവർ പറയുന്നു ഇവര് പിൻവലിക്കും. തിയേറ്ററുകാരൻ എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ മഹാന്മാരാവാൻ, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ഒരു വിവാദ നായകൻ, വിവാദത്തിൽപ്പെട്ട പാവപ്പെട്ട ഇരകളായി അഭിനയിച്ച് ഇത് OTT കാരുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തുക. എന്നിട്ട് OTTയിൽ വരുമ്പോൾ എന്താണ് ഇതിനകത്ത് വിവാദം, എന്ത് മതസ്പർദ്ധയാണെന്ന് കാണാൻ വേണ്ടി ആളുകൾ കാണുക. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാരല്ല, ഹിന്ദു പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടേക്കും. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന സിനിമയാണെങ്കിൽ എന്നുള്ള മിഥ്യാധാരണയൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു വിവാദമാണിത്, അല്ലേ? അതെ. നമ്മുടെ മറ്റേ ഹിന്ദി നടിയില്ലേ BJP MP ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള കങ്കണ എമർജൻസി എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ട് റിലീസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് മതസ്പർദ്ധ ഉണ്ടായിരുന്നെങ്കിൽ സെൻസർ ബോർഡ് സമ്മതിക്കുമായിരുന്നു. അത് സെൻസർ ബോർഡ് അനുവദിച്ചിട്ടില്ല. BJP-കാരി ആയിട്ട് പോലും. BJP-കാരി എന്നല്ല, ഏറ്റവും സ്വാധീനമുള്ള MP-മാരിൽ ഒരാൾ. എന്നിട്ടും നടന്നിട്ടില്ല. ഇതിൽ മതസ്പർദ്ധ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു. കട്ട് ചെയ്തിട്ട് പോടോ എന്ന് പറയില്ലായിരുന്നു. അപ്പോൾ റിലീസ് ചെയ്ത ദിവസം തന്നെ 10 പേര് എത്തിയിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമ വന്നായിട്ട്. എന്നിട്ട് ഒരു നീചമായ കളി OTTയിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ചോദ്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വഴിയോ എങ്ങനെയാണ് ഭീഷണി വന്നത്? നിങ്ങൾ ഫോണിലാണ് ഭീഷണി വന്നതെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പ് ഉണ്ടോ? പിന്നെ അതല്ല, സോഷ്യൽ മീഡിയ വന്നതാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ടോ? ഭീഷണിയുള്ളത് തെളിയിക്കണം. വേണ്ടേ? ഇതിൻ്റെ സംവിധായകൻ തെളിയിക്കണം ഭീഷണി ഇങ്ങനെ വന്നു. തിയേറ്ററിൽ ആരെങ്കിലും മാർച്ച് നടത്തിയോ, ധർണ നടത്തിയോ, ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിയോ? ഇത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നടന്നോ? പോലീസിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ ഇതിനെതിരെ? ഇതൊക്കെയാണല്ലോ സാധാരണ സംഭവിക്കുക. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഇത്. അപ്പോൾ പ്രതിഷേധം കനത്തതിനാൽ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുനിലെ, ഇവര് എവിടെ പ്രതിഷേധം? ഒരു വിമർശനവും പ്രതിഷേധവും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നുണയാണ്. ഈ നുണ ഇങ്ങനെ പറയുന്നതിനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നാട്ടിൽ? ഒന്നും ചെയ്യാനില്ല, അത്രയേ ഉള്ളൂ. ഇവർക്ക് സിമ്പിളി ഈ സിനിമ കയ്യിൽ നിന്ന് കാശും പോയി പേരുദോഷമായി എന്ന് പറഞ്ഞതുപോലെ അവസ്ഥയിലായിപ്പോയി. അപ്പോൾ പിന്നെ അടുത്തൊരു തന്ത്രം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഇവർ പ്രതീക്ഷിച്ചു മുസ്ലിം ഇനിയിപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ വികാരം വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ആണെങ്കിൽ മുസ്ലിം സംഘടനകൾ വരും, DYFI വരും എന്നൊക്കെ കരുതി കാണാം. ഇത് നേരെ തിരിച്ചാണെങ്കിൽ ചിലപ്പോൾ ഹിന്ദുക്കൾ കൺട്രോളും അല്ലെ ഹിന്ദു സംഘടനകൾ സപ്പോർട്ട് ചെയ്ത് കരുതി കാണും. മതസ്പർദ്ധ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 മതത്തിനെയും ബാധിക്കുന്നതാണെന്ന് രണ്ടുപേരും കരുതി വരികയാണെങ്കിൽ വന്നോട്ടെ. ഇതൊന്നുമല്ല. ഇപ്പോൾ ഇതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് നമ്മളറിഞ്ഞു, ഈ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഒരു ട്രാപ്പിൽപ്പെട്ടു. പക്ഷേ നമ്മൾ ട്രാപ്പിൽപ്പെട്ടെങ്കിലും നമ്മളിത് ചെയ്യുന്നത് ട്രാപ്പിൽ അവൻ പെടുത്തിയതൊന്നുമല്ല, അയാൾ പെടുത്തിയതൊന്നുമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്ന് ട്രാപ്പിൽ കയറിയതാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ഈ സിനിമയെക്കുറിച്ച് ലഭ്യമായ വിവരം വെച്ച് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ ആളുണ്ടായിരുന്നില്ല, പ്രേക്ഷകർ നിരസിച്ചു. നിലവിലുള്ള സിനിമ തിയേറ്ററുകളുമായിട്ടുള്ള വ്യവസ്ഥ പ്രകാരം മിനിമം ഒരു ദിവസത്തെ ഹൗസ്ഫുൾ പോലും ഇല്ലെങ്കിൽ സിനിമ എടുത്ത് മാറ്റും. അങ്ങനെ എടുത്ത് മാറ്റപ്പെട്ട ഒരു സിനിമയാണ് ഇതെന്ന് സംശയിക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി ഒരു വ്യാജ പ്രചാരണം നടത്തുകയാണ്. അതിലൂടെ ഈ സിനിമ പോപ്പുലറൈസ് ചെയ്തിട്ട് OTTക്ക് വേണ്ടി ഒരു വിൽപ്പന ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. OTTക്കാരോട് പറയാമല്ലോ, ഇപ്പോൾ കേരളം മുഴുവൻ ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് അറിഞ്ഞു, എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ ഈ സിനിമ OTTയിൽ കാണും എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു വ്യാജ ക്ലെയിം ഉണ്ടാക്കുകയാണ്. ഇത് പക്ഷേ OTTയിൽ ഒന്നും ജനം അങ്ങനത്തും കാണത്തില്ല, ജനത്തെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഈ സിനിമ രംഗത്തെ
ഊരുവിലക്കാനും തിലകനെ പോലെയുള്ളവരെ ഊരുവിലക്കാനും ഒക്കെ ആയിട്ട് കുറേ സംഘടനകളുണ്ടല്ലോ. നിർമ്മാതാക്കൾക്ക് സംഘടന, ടെക്നീഷ്യൻസിന് സംഘടന, ഫെഫ്ക, ബി ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ കുറേ സാധനങ്ങളില്ലേ. ഇവർക്ക് പ്രതികരണമൊന്നുമില്ലേ? ഇത് അവരറിഞ്ഞു കാണില്ലായിരിക്കും. കാരണം അവർക്ക് സത്യം അറിഞ്ഞുകൂടെ? അല്ല, അവർ അറിഞ്ഞു. അല്ല, VT ബൽറാം ഇത് ഭയങ്കര തട്ടിപ്പാണ് ഇത് പറഞ്ഞു അല്ലേ? VT ബൽറാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൊള്ളാം, ഇത് തട്ടിപ്പാണ്, എങ്ങനെയാണ്, എവിടെ മതനിന്ദ, എന്താണ് ഇവർ പറയുന്നത് എന്ന് ബൽറാം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് കൊള്ളാം, അത് ഏതായാലും നന്നായി. ബൽറാമിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത് നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ കിടക്കുന്ന പൈസ പോക്കറ്റ് അടിക്കാനുള്ള ഒരു പിക്ക് പോക്കറ്റിംഗ് പരിപാടിയാണ്. അനാവശ്യമായി പബ്ലിസിറ്റി ഉണ്ടാക്കുക. ഇനി രണ്ടാമത് വേണമെങ്കിൽ ഇനിയിപ്പോൾ നോക്കിക്കോ, ഇപ്പം നോക്കൂ, നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ VT ബൽറാം പറയുന്നു, നമ്മൾ പറയുന്നു, പലരും പറയുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഇയാൾക്കൊരു ഫ്രീ പ്രൊമോഷൻ കിട്ടുകയാണ്. അതിലൂടെ ആളുകൾ അറിയുകയാണ്. പക്ഷേ ഇത് ശുദ്ധ തട്ടിപ്പാണ്. പബ്ലിസിറ്റി അല്ലേ? പബ്ലിസിറ്റി നെഗറ്റീവ്. പണ്ട് ഉഴവൂർ വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് NCP നേതാവ് പറയായിരുന്നു, എൻ്റെ വാർത്ത എന്തെങ്കിലും കൊടുക്കുക, എന്നെ കുറ്റം പറഞ്ഞാലും കൊടുക്കുക, നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും ഇന്നില്ല, എല്ലാം പബ്ലിസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവർ കാക്ഷിക്കുന്നത്. പക്ഷേ ആളുകൾ ഇത് മനസ്സിലാക്കണം, ഇത് ശുദ്ധ തട്ടിപ്പാണ്. ആളുകൾക്ക് രുചിക്കുന്ന രസിക്കുന്ന ഒരു സിനിമ അല്ല എന്ന് കണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരാതെ ബഹിഷ്കരിച്ച ഒരു സിനിമയാണ്. തിയേറ്ററുകാരെടുത്ത് മാറ്റാൻ പറഞ്ഞ ഒരു സിനിമയാണ്. അതെ, അതിൻ്റെ പേരിൽ ഒരു നാടകം നടത്തി കേരളത്തിലെ പ്രബുദ്ധരായ സിനിമാ പ്രേമികളെ വഞ്ചിക്കാനുള്ള ശ്രമം അപലപനീയമാണ്. ആ കെണിയിൽ ആരും വീഴരുത്. ഏത് OTTയിൽ വന്നാലും ഇതിൻ്റെ പേരിൽ കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ക്രിമിനൽ മനസ്സാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ചിരിക്കുന്നത്. അതിനോട് പൊറുക്കരുത്, പൊരുത്തപ്പെടരുത്, തള്ളിക്കളയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.